നമസ്കാരം. പ്രിയങ്കയ്ക്ക് മുന്നിൽ ഉത്തരമുട്ടുന്ന നിർമ്മലാ സീതാരാമനെയാണ് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ കാണാൻ സാധിച്ചത്. പാർലമെൻറ്റിലേക്ക് പ്രിയങ്ക എപ്പോൾ MP ആയിട്ട് കാലെടുത്ത് വെച്ചുവോ അന്ന് തൊട്ട് സഭയെ പിടിച്ചുകുലുക്കുന്ന കാഴ്ചയാണ് രാജ്യം കാണുന്നത്. രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക കൂടി ഇപ്പോൾ സഭയിൽ ഇന്ത്യ സഖ്യം കൂടുതൽ കരുത്താർജിച്ചിരിക്കുകയാണ്, ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. എന്നാൽ ഇവിടെ മോദിയും അമിത്ഷായും കൊടുത്ത ഒരു പണി കാരണം നിർമ്മല പ്രിയങ്കയ്ക്ക് മുന്നിൽ പെട്ടുപോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വയനാടിനായിട്ട് ആദ്യം ശബ്ദിച്ച പ്രിയങ്കയായിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ നമ്മൾ കണ്ടത്. എന്നാൽ അതിനുശേഷം എല്ലാം കിട്ടി ബോധിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയങ്കയ്ക്കൊപ്പം ഇരിക്കുന്ന നിർമ്മലയെയും നമ്മൾ കണ്ടതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം കേന്ദ്രത്തെ മുഴുവൻ വെട്ടിലാക്കിക്കൊണ്ട് മോദി സഭയിലേക്ക് എത്തിയില്ല. ഇതോടെ കാര്യങ്ങൾക്കുള്ള വിശദീകരണം മുഴുവൻ നൽകേണ്ട ചുമതല അത് ഇപ്പോൾ നിർമ്മലയ്ക്കായി. അതും നിർണായകമായിട്ടുള്ള ബില്ലുകളിൽ ചർച്ച നടക്കുന്ന ദിവസങ്ങളിലാണ് ധനമന്ത്രി പ്രിയങ്കയ്ക്ക് മുന്നിൽ പെട്ടുപോകുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യസഭയിൽ ഭരണഘടനാ ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കാതിരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിർമ്മലാ സീതാരാമൻ ചർച്ച തുടങ്ങി വെക്കേണ്ടി വന്നത്. എന്നാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും കുടഞ്ഞെറിയുന്ന നിർമ്മലയായിരുന്നു തുടക്കത്തിൽ സഭയിൽ കാണാൻ സാധിച്ചത്. എന്നാൽ അതായിരുന്നു തുടക്കത്തിൽ കണ്ടതെങ്കിൽ പിന്നീട് നടന്നതായിരുന്നു യഥാർത്ഥ താണ്ഡവം. അതും മല്ലികാർജുൻ ഖാർഗെയുടെ. നിർമ്മലയുടെ വാക്കുകൾ അത്ര നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഖാർഗെ പിന്നീട് പറഞ്ഞത് താൻ പഠിച്ചത് മുനിസിപ്പാലിറ്റി സ്കൂളിലാണെങ്കിൽ നിർമ്മല പഠിച്ചത് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലാണ്. അതുകൊണ്ട് എന്താണ്, അവർ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, നന്നായി ഹിന്ദി സംസാരിക്കുന്നുണ്ട്. അത് നെഹ്റുവിൻ്റെ ഗുണമെന്ന മട്ടിൽ ആഞ്ഞടിച്ചതോടെ കാര്യങ്ങളൊക്കെ തന്നെ നിർമ്മലയുടെ കയ്യിൽ നിന്നും പോയി. അതേസമയം MP മാർക്ക് നൽകിയ കാര്യപരിപാടികളുടെ പട്ടികയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് അവതരണം ഇല്ല. നേരത്തെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരുന്ന കാര്യപരിപാടിയിൽ 13-14 ഇനങ്ങളിലായിട്ട് ബില്ല് അവതരണം ഉൾപ്പെടുത്തിയിരുന്നു. ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരവും നൽകിയിരുന്നു. 2034 മുതൽ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താനുള്ള വ്യവസ്ഥകളുമായിട്ടാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ല് തയ്യാറാക്കിയിരിക്കുന്നത്. ഭരണഘടനാ അനുച്ഛേദം 83-ഉം 172-ഉം ഭേദഗതി ചെയ്തിട്ടുള്ള ബില്ലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭേദഗതി ബില്ലുമാണ് അവതരിപ്പിക്കുന്നത്. ഒറ്റഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ നിയമസഭയുടെ കാലാവധി വെട്ടിച്ചുരുക്കേണ്ടി വരുമെന്ന് ബില്ലിൽ വ്യക്തമാക്കുന്നു. ആദ്യഘട്ടത്തിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്താനും പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ കൂടി അതിൽ ഉൾപ്പെടുത്താനുമാണ് നീക്കം. എന്നാൽ ഈ ബില്ല് പാസ്സാക്കാൻ കടമ്പകൾ ഏറെയാണ്. ഭരണഘടനാ ഭേദഗതി ബില്ല് അംഗീകരിക്കാനായിട്ട് ഇപ്പോൾ 3-2 ഭൂരിപക്ഷമെങ്കിലും വേണം. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ സഖ്യത്തിൽ NDAക്ക് ഒറ്റയ്ക്ക് ബില്ല് പാസ്സാക്കാനാവില്ല. ആകെ 32 പാർട്ടികൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. 15 പാർട്ടികളാണ് എതിർപ്പ് അറിയിച്ചിട്ടുള്ളത്. YSRPയെ പോലുള്ള ഇരു മുന്നണിയിലും ഭാഗമല്ലാത്ത കക്ഷികളും ബില്ലിനെ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ പോലും 298 നിൽക്കുകയാണ് BJP സഖ്യം. എന്നാൽ കുറഞ്ഞത് ലോക്സഭയിൽ 64 സീറ്റുകൾ ഇനിയും വേണമെന്നിരിക്കെ കോൺഗ്രസിൻ്റെ കൂടി പിന്തുണയില്ലാതെ മുന്നോട്ട് പോകാൻ BJPയെ സംബന്ധിച്ച് സാധിക്കുകയില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ബില്ല് സഭയിൽ പാസ്സാകാനൊന്നും പോകുന്നേയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.